പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് അതിരൂപത എല്ലാ വർഷവും കോഴിക്കോട് പട്ടണത്തിൽ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ. ബഹുമാനപ്പെട്ട മാത്യു വയലമണ്ണിൽ അച്ഛനായിരുന്നു നിയോഗ പ്രാർത്ഥന കൺവെൻഷൻ നയിച്ചത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അച്ഛൻ്റെ വചനപ്രഘോഷണം. കൺവെൻഷൻ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് യുവജനങ്ങളെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഉള്ളവരായിരുന്നു അവർ. കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കുവാനായിട്ട് വന്നവരായിരുന്നു അവർ. ഭാഷ പഠനം കഴിഞ്ഞിട്ടും ജർമ്മനിയിലേക്ക് പോകുവാനുള്ള അവരുടെ പേപ്പേഴ്സ് റെഡി ആയില്ല. ഒരു വലിയ കാത്തിരിപ്പിലാണ് അവരെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതും കുറച്ചധികം നിരാശ കലർന്ന ഒരു കാത്തിരിപ്പിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാനൊരു ബൈബിൾ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു. ജോബ് 22:28 വചനം. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വചനമാണിത്. ഈ വചനം ചൊല്ലി അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ കാത്തിരിപ്പ് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കാത്തിരിപ്പ് അനുഗ്രഹമായി മാറും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന സന്ദേശവും ഈ ഒരു കാര്യമാണ്. വിശ്വാസപൂർവമുള്ള കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ഇന്നു മുതൽ ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനക്രമത്തിലെ ഒരു പുതിയ കാലമാണ് ആഗമനകാലം. പുതുവർഷം എന്നതുപോലെ പുതിയ വർഷമാണ് ആഗമനകാലം. ആഗമനകാലം കാത്തിരിപ്പിൻ്റെ ഒരു കാലമാണ്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ് ആഗമനകാലം. ജാഗ്രതയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണിത്. ഈ കാത്തിരിപ്പ് കർത്താവിൻ്റെ 2 വരവ് ആഘോഷിക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ്. 1-ാം വരവും അവിടുത്തെ 2-ാം വരവ്. 1-ാം വരവ് കൊണ്ട് അർത്ഥമാക്കുന്നത് ചരിത്രത്തിൽ അവതരിച്ച യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ടുള്ള ഒരുക്കമാണ് ഈ 1-ാമത്തെ വരവ്. ഒപ്പം യേശുവിൻ്റെ 2-ാം വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു, ഒരുങ്ങുന്നു. ഈ 2 വരവിനായി നമ്മൾ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷവും മറ്റു വായനകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കാത്തിരിപ്പ് അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാത്തിരിപ്പ്. വിശുദ്ധ ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ വിശ്വാസപൂർവ്വം കാത്തിരുന്നവരെ, പ്രത്യാശയോട് കാത്തിരുന്നവരെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ വിശ്വാസപൂർവ്വം കാത്തിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് നോഹ പേടകം നിർമ്മിച്ചു. പേടകം നിർമ്മിക്കുന്ന വേളയിൽ പലരും നോഹയെ കളിയാക്കി, പരിഹസിച്ച്, നിനക്ക് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞു. പക്ഷേ നോഹ അതൊന്നും കാര്യമാക്കിയില്ല, ഗൗനിച്ചില്ല. വിശ്വാസപൂർവ്വം കാത്തിരുന്നു. ആ കാത്തിരിപ്പ് നോഹയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി. ജലപ്രളയത്തിൽ നിന്നും നോഹയും കുടുംബവും നോഹ പേടകത്തിലേക്ക് കൊണ്ടുവന്ന ജീവജാലങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് എബ്രാഹാം കാത്തിരുന്നു. നീണ്ടൊരു കാത്തിരിപ്പായിരുന്നു അത്. എന്നാൽ ആ കാത്തിരിപ്പ് ഫലദായകമായിട്ട് മാറി. അത് എബ്രാഹിമിന് അനുഗ്രഹമായിട്ട് മാറി. വാർദ്ധക്യത്തിൽ ദൈവം ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 15:5 മുതൽ 6 വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുവാൻ കഴിയുമോ? നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അത് അവന് നീതീകരണമായിട്ട് കണക്കാക്കി. തുടർന്ന് നമ്മൾ കാണുന്നു, വിശ്വാസപൂർവമായ ആ നീണ്ട കാത്തിരിപ്പ് എബ്രാഹിമിന് വിശ്വാസത്തിൻ്റെ പിതാവെന്നുള്ള പേരിന് കാരണമായിട്ട് മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ട് മാറി. ഉൽപ്പത്തി 17:5 നമ്മൾ വായിക്കുന്നു, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിൻ്റെ പേര്
അബ്രാഹം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. അബ്രാഹത്തിലൂടെ ഭാര്യ സാറയും അനുഗ്രഹിക്കപ്പെട്ടു. അബ്രാഹത്തിൻ്റെ അനുഗ്രഹം സാറയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറി. ഉൽപ്പത്തി 17:15 നമ്മൾ വായിക്കുന്നു, ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിൻ്റെ ഭാര്യ സാറായെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം വിശ്വാസത്തോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. ഓർക്കുക, വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറിയത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന നിരവധി പേരെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ക്രൈസ്തവ പാരമ്പര്യവും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപ്പിതാവും അനാവ്യം, അതായത് ഇസ്രായേലിൻ്റെ വിശ്വസ്ത ജനങ്ങളിൽ പെട്ടവരായിരുന്നു എന്നത്. ഇവർ ദൈവത്തിൻ്റെ വാഗ്ദാനമായ മിശിഹായുടെ വരവിനായിട്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ്. പരിശുദ്ധ മറിയം കന്യകവ്രതമെടുത്ത് മിശിഹായുടെ വരവിനായിട്ട് പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറി. ആ കാത്തിരിപ്പാണ് ദൈവം ഗബ്രിയേൽ മാലാഖയെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുവാനായിട്ട് കാരണമായിട്ട് മാറിയത്. ആ കാത്തിരിപ്പാണ് ലോകരക്ഷകന് ജന്മം നൽകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. അതിൻ്റെ ഫലമായിട്ട് വലിയ ദൈവിക കൃപകൾ, അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു. അതുപോലെ തന്നെ നാസീർ വ്രതമെടുത്ത് മിശിഹായുടെ വരവിനായിട്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. ആ കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറി. ഈശോയുടെ വളർത്ത് പിതാവ് ആകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഉന്നതമായിട്ടുള്ള ദൈവിക കൃപകൾ ലഭിച്ചു. പുതിയ നിയമത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, സാവുൾ 3 ദിവസം കാത്തിരുന്നു. ആ കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറി സാവുളിനെ വിശുദ്ധ പൗലോസിലേക്ക് നയിച്ചതും ഈ കാത്തിരിപ്പാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവചനം നമ്മൾ വായിക്കുന്നു. സാവുൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണുവാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, കാത്തിരിപ്പ് അനുഗ്രഹമായി മാറിയ നിരവധി അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു യുവാവിൻ്റെ അനുഭവം പങ്കുവയ്ക്കട്ടെ. അവൻ പ്രാർത്ഥനാപൂർവം നീണ്ട 1.5 വർഷം അവൻ്റെ 2 നിയോഗങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒന്ന് ജോലി ലഭിക്കുവാൻ, രണ്ടാമത്തത് വിവാഹം ശരിയാകുവാൻ. അവൻ്റെ കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറി. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ ജോലി ശരിയായി. കുറച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോൾ വിവാഹവും കഴിഞ്ഞു. കാത്തിരിപ്പ് അനുഗ്രഹമായി മാറുമെന്ന് വീണ്ടും നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസ് 5-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം. കാരണം ഈ കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഭാഗമായിട്ട് വേണ്ടത്ര ജാഗ്രത പുലർത്തുവാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ഒരുക്കമുള്ളവരായിരിക്കുവാൻ ജാഗ്രത പുലർത്തുവാൻ, ഒരുക്കമുള്ളവരായി മാറുവാനായിട്ട് ജാഗ്രത പുലർത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുമ്പസാരം. കുമ്പസാരം എന്ന കൂദാശ നല്ലൊരു കുമ്പസാരം നടത്തിക്കൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കാം ഉണ്ണീശോയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ നമുക്കൊരുങ്ങാം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറും. ഒരുപക്ഷെ വിദേശത്തേക്കുള്ള ജോലിയുടെ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കാം, നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ കാത്തിരിപ്പ് ഏതുമാകട്ടെ, ആഗമനകാലത്തിലെ ഈ 1-ാം ഞായറാഴ്ച പ്രാർത്ഥനാപൂർവമുള്ള കാത്തിരിപ്പ്, വിശ്വാസപൂർവമുള്ള കാത്തിരിപ്പ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. എനിക്കുറപ്പുണ്ട്, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ യുവാക്കൾക്ക് തീർച്ചയായിട്ടും വിസ പേപ്പറുകൾ ശരിയാകും. അവരുടെ കാത്തിരിപ്പിന് ദൈവം അനുഗ്രഹിക്കും. ആയതിനാൽ പ്രാർത്ഥനാപൂർവം, വിശ്വാസപൂർവം നമുക്കും കാത്തിരിക്കാം. കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് തീരട്ടെ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.